ശബരിമല യുവതി പ്രവേശനത്തിൽ ഇത്തവണ ഏറെ ജാഗ്രതയോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കേസിലെ 7 ഭരണഘടനാ വിഷയങ്ങളിൽ 17 പേജുകളിലായാണ് സംസ്ഥാന സർക്കാർ വാദം സമർപ്പിച്ചത്. മതാചാരങ്ങളിൽ ജുഡീഷ്യൽ അവലോകനം നടത്തുമ്പോൾ ആ മതത്തിലെ പണ്ഡിതന്മാരുമായും സാമൂഹിക പരിഷ്കർത്താക്കളുമായും കൂടിയാലോചിച്ചായിരിക്കണം. ഇവരുടെ അഭിപ്രായങ്ങൾ ഒരു നിഷ്പക്ഷ അധികാരി എന്ന നിലയിൽ വിലയിരുത്തിയ ശേഷം കോടതി തീരുമാനമെടുക്കണം. മതപരമായ ആചാരത്തിന്റെ പേരിൽ അതിഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ മതവിഭാഗത്തിൽപ്പെടാത്ത വ്യക്തിക്ക് അത് ചോദ്യം ചെയ്യാമെന്നും സംസ്ഥാന സർക്കാർ. രാജ്യത്തെ നിയമത്തെ അവഹേളിക്കുന്നതോ സാമൂഹിക മാന്യതയ്ക്കോ വിരുദ്ധമായ ഒരു കാര്യത്തെയും മതാചാരമെന്ന നിലയിൽ അംഗീകരിക്കാനാകില്ല എന്നും സർക്കാർ. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പൊതു താൽപര്യ ഹർജിയിലൂടെ തീരുമാനമെടുക്കാനാവില്ല എന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് ആരെയും വിലക്കരുത് എന്ന 2007 BS സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലെ ഭാഗം ഇത്തവണ സംസ്ഥാന സർക്കാർ ഒഴിവാക്കി. യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഈ വാദങ്ങളിലില്ല. സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുന്ന ഘട്ടത്തിൽ യുവതി പ്രവേശനത്തെ സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ടായാൽ ഇതേ സർക്കാരിന് നിലപാട് അറിയിക്കേണ്ടി വരും. R. അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.